നല്ല പണിക്കും പോടാ. വെറുതെ ഇരിക്കാൻ സമ്മതിക്കല്ലേ? ഷ്യോ, സാറ് ബിസി ആയിരുന്നോ? എന്തായിരുന്നു സാറിന്റെ ജോലി? അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ദൈനംദിനമായ ക്ലേശങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി കഠിന കടോരമാകും ഈ അണ്ടകടാകത്തിൽ വിയർപ്പ് കണികളെ പോലും അടിച്ചമർത്തി പൊരുതുന്നു. വല്ലതും ചോദിച്ചാ പണ്ടെങ്ങാണ്ടേതോ പ്രസംഗ മത്സരത്തിൽ പഠിച്ച കുറെ ഡയലോഗും കടിച്ചോളൂ. വല്ല പണിക്കും പോകുന്നൊക്കെ ആർക്കാ? ഇല്ല, ഞാൻ നിന്നെ പോലെ സൂചി വെച്ച് കോർത്ത് തുന്നലും സിറഞ്ച് വെച്ച് കുത്തി ഇഞ്ചക്ഷൻ എടുക്കുന്നത് ചെയ്തിട്ട് ഡോക്ടറെ തെറി, രോഗിയുടെ തെറി, ബൈസ്റ്റാൻഡറെ തെറി, മോർച്ചറിലേക്ക് ഒന്ന് ബോഡിയുടെ വരെ തെറിയിട്ട് 12 മണിക്കൂർ പണിയെടുത്തിട്ട് മാലാഖയാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കാം. എനിക്കത് അഭിമാനം ഉള്ളടാ. അതുകൊണ്ട് അതെ നിന്റെ കയ്യിരിക്കുന്ന ബ്രാൻഡ് ന്യൂ ഫോൺ ഞാൻ വാങ്ങിച്ചു തന്നതാ. നീ തന്നു എന്ന് പറഞ്ഞു, ബ്രാൻഡ് ന്യൂ എന്ന് പറഞ്ഞ് കവർ പെറുക്കി ഞാൻ എറിയില്ല. ഇത് കണ്ടോ, റബ്ബർ ബാൻഡ്. ഇതിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ ഒരു താഴെ പോരും. പല സൂപ്പർ വിക്സിന് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഗിറ്റാറ് വായിക്കാൻ ചെല്ല സ്ട്രിങ് പൊട്ടിപ്പോയി ചേട്ടാന്ന് പറഞ്ഞ് എന്നത് ഒഴിവാക്കിയത് ഉള്ള ബ്രാൻഡ് ന്യൂ. എടാ നന്ദി വേണ്ട, നന്ദി ഒന്നുമില്ലല്ലോ. ഞാൻ നിന്റെ ചേച്ചിയല്ലേ. ഞാൻ കുഞ്ഞ് ഐഫോൺ വാങ്ങിച്ചപ്പം എന്റെ ബ്രാൻഡ് ന്യൂ ഫോൺ അല്ലേ നിനക്ക് വാങ്ങിച്ചു തന്നെ? അല്ല, ഞാൻ 5 കൊല്ലം മുമ്പ് വാങ്ങിച്ചത് പുതുപുത്ത ഫോണായിരുന്നു. അല്ല, ഞാൻ നിനക്ക് ഓരോ ജോലി സെറ്റ് ചെയ്ത് തന്നല്ലോ. നീ അതിൽ ഏതെങ്കിലും പോകുന്ന നിനക്ക് മൊത്തം ഫോൺ വാങ്ങിക്കാറുണ്ടല്ലോ. ഒരു കൂതനെ, ഞാൻ 2000 ജനുവരി 1, നീ 99 ഡിസംബർ 31. വെറും സെക്കൻഡ്സിന്റെ താമസത്തിൽ നേടി ഞാൻ നീ കേക്കി അനിയനുമായത്. എന്നിട്ട് അവള് അയ്യോ ഭയങ്കര കേക്കി പറയിക്കണ്ടല്ലേ കൊണ്ട്. പിന്നെ ജോലി, നീ സെറ്റ് ചെയ്ത് തന്ന ജോലിയെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ ഭേദം.